വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കടലക്കറി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ രാവിലെ സവാള വഴറ്റി സമയം കളയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറി തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഈ നല്ല ടേസ്റ്റി കടലക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തക്കാളിയും ഒരു സവാളയും ഒരു പച്ചമുളകും കട്ട് ചെയ്തതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ കസൂരി മെത്തിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. കസൂരി മെത്തി നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ചേർത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു കുക്കർ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ അളവിൽ ജീരകവും 2 ഏലക്കായും 2 ഗ്രാമ്പും ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ടയും 1 ബേ ലീഫും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് ഒന്ന് തിളച്ച് വരുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ള കടല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് അളവിൽ കടലയാണ് കുതിർത്തെടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ചേർത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് 5 or 6 വിസിൽ വരുന്നവരേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഒരു 6 വിസിൽ വരെയൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ നല്ലതുപോലെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. കടലയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഇതൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കടലക്കറി റെഡിയായി കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.